ഹലോ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഡ്രസ്സിൻ്റെ വീഡിയോ ഉണ്ടൊന്നും അല്ല കേട്ടോ. നമ്മുടെ താർ 5 ഡോർ ഇറങ്ങിയില്ലേ, നമ്മുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ താർ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഏത് ഏജിലുള്ളവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു വാഹനമാണ് താർ. അപ്പോൾ താറിൻ്റെ ലോഞ്ച് ആഗസ്റ്റ് 15-ന്, സാധാരണ അവരുടെ പുതിയ വണ്ടികളുടെയൊക്കെ ലോഞ്ച് നടത്തുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ തന്നെയാണ്. അപ്പോൾ ഇന്നലെ എറണാകുളത്ത് വെച്ച് ലോഞ്ച് നടന്നു. എനിക്കും പോകാനുള്ളൊരു അവസരം കിട്ടി. ഒരുപാട് താറുകൾ ഒന്നിച്ച് ഏതാണ്ട് 140ഓളം വെഹിക്കിൾസാണ് താർ അവരിവിടെ എത്തിച്ചത് കേട്ടോ. നമുക്ക് കാണാനും അല്ലെങ്കിൽ അവർ റാലി നടത്താൻ വേണ്ടിയൊക്കെ എത്തിച്ചത്. എനിക്കറിയാം, ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്നൊരു വാഹനമാണ് താർ. ഇപ്പോൾ 2 കോടിയുടെയും 3 കോടിയുടെയും ഒക്കെ വാഹനങ്ങളുള്ള VIP-കൾ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് പോലും ഒരു താർ എടുത്ത് അവരുടെ ഗ്യാരേജിലിടുക എന്ന് പറയുന്ന ഒരു അഭിമാനം പോലെയാണ് അല്ലേ. എന്തോ മറ്റൊരു വണ്ടിക്കും ഇല്ലാത്തൊരു പ്രത്യേകത, ഒരു വണ്ടിക്കും ഇല്ലാത്തൊരു ആൾക്കാരുടെ ഒരു ഇഷ്ടവുമാണ് താറിനുള്ളത് അല്ലേ. എനിക്കാണെങ്കിലും എൻ്റെ മമ്മിയാണെങ്കിലും താർ കൊടുത്തപ്പോൾ മമ്മിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 2020 ഇറങ്ങിയ ന്യൂ താറിൻ്റെ ആദ്യത്തെ ബാച്ചിലെ ഒരു വാഹനം അന്ന് എനിക്ക് വാങ്ങാൻ പറ്റി. അന്ന് 16.5 ലക്ഷം മാത്രമേ ഉള്ളായിരുന്നു. 16.5 ലാഖിന് വാങ്ങിച്ച അതേ താറിന് ഇപ്പോൾ 22 ലാക്സോളം വിലയുണ്ട്. അന്ന് ഞാൻ 1 വർഷത്തോളം ഉപയോഗിച്ചിട്ട് അത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് ഒരു 19 ലാക്സ് ഒക്കെ വില കിട്ടുമായിരുന്നു. അതായത് നമ്മൾ വാങ്ങിയതിനെക്കാട്ടി സ്വർണ്ണം പോലെ തന്നെ വില കൂടുതൽ കിട്ടുമായിരുന്നു. ഇതാണ് താറിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പം താറിൻ്റെ കളറുകളാണ് ഇത്തവണത്തെ അടിപൊളി. ഇത്തവണ 5 ഡോർ ആയപ്പോഴത്തേക്കും ഒരു ഫാമിലി കാറായിട്ട് നമുക്ക് മാറി. സാധാരണഗതിയിൽ നോർമൽ താർ എടുത്താൽ നമുക്ക് പ്രായമുള്ളവർക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. ബാക്കിലോട്ട് കയറണമെങ്കിലൊക്കെ ശരിക്കും ബുദ്ധിമുട്ടാണ്. 2 പേർക്ക് മാത്രം പോകാനുള്ളൊരു വാഹനമായിരുന്നു താർ. ഞാനും വൈഫും കൂടെ ഒരുപാട് ലോങ് യാത്ര അതിൽ ബാംഗ്ലൂരും മൈസൂറും നെല്ലിയാമ്പതിയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏത് റോഡിലും നമുക്ക് ഭയങ്കര കോൺഫിഡൻസോടെ കൊണ്ടുപോകാന്നുള്ളതാണ് താറിൻ്റെ പ്രത്യേകത അല്ലേ. നമുക്ക് തന്നെ നമുക്കൊരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ മാത്രമല്ല, ടയറിൻ്റെ സൈസും ഒരു ഹെവി ഫീലും അതുപോലെ എഞ്ചിൻ്റെ കപ്പാസിറ്റിയും കൊണ്ടൊക്കെ നമുക്ക് നല്ല ധൈര്യമായിരിക്കും. എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ മുന്നിൽ വരട്ടട എന്നുള്ളൊരു ചിന്തയിലായിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പോയ സമയത്ത് നെല്ലിയാമ്പതിയൊക്കെ പോയ സമയത്ത് ഒരുപാട് മോശമായ റോഡുകളിലൂടെയൊക്കെ നമ്മൾ താറ് പോയി. അതുപോലെ മൈസൂർ, ബന്ദിപ്പൂരിലും മുതുമലയിലൊക്കെ പോയി നമ്മൾ ആനകളെയൊക്കെ കണ്ടപ്പോഴും ആനകളൊക്കെ നമ്മുടെ റോഡിന് കുറുകെ വന്നപ്പോഴും താറായപ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. ഒന്നുമില്ല, താറാണല്ലോ, ആനയാണെങ്കിലും വന്ന് നോക്കി താറിനെ നോക്കി വേറൊരു ആനയെന്നുള്ള രീതി മാറി നിൽക്കുന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അത്രയ്ക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം തരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടം തോന്നിക്കുന്ന ഒരു വാഹനമായിട്ട് മാറിയിട്ടുണ്ട് താറല്ലേ. പിന്നെ ടാറ്റയെ കൊണ്ടും മഹീന്ദ്രയെ കൊണ്ടും നമുക്കുണ്ടായ ഒരു വലിയ പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളാണെങ്കിൽ പോലും ശരിക്കും ക്വാളിറ്റി ആണെങ്കിലും സേഫ്റ്റിയിലൊക്കെ ഒരുപാട് ഉയർന്ന ലെവലിലേക്ക് മാറിയ വാഹനങ്ങളാണ് ഇപ്പോൾ മഹീന്ദ്രയും ടാറ്റയൊക്കെ ഇറക്കുന്നതല്ല. മിക്കവാറും 5 സ്റ്റാറുള്ള വാഹനങ്ങളാണ് 2 പേരും മാക്സിമം ഇന്ത്യക്ക് വേണ്ടി ഇപ്പം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഫോറിൻ വാഹന നിർമ്മാതാക്കൾ മാക്സിമം ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്ത വാഹനങ്ങൾ ഇപ്പം നമുക്ക് ഇറക്കി തന്നു തുടങ്ങി അല്ലേ. നേരത്തെ ഇത്രയൊന്നും വാഹനങ്ങൾ നമുക്ക് നല്ല സേഫ്റ്റിയുള്ള വാഹനങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ചെറിയ വിലയിൽ പോലും നമുക്ക് വാഹനങ്ങൾ തരാനുള്ളൊരു കാരണം അവർക്കിവിടെ നല്ല കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ ടാറ്റയും മഹീന്ദ്രയും ഇന്ത്യയിലുണ്ടെന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെയാണ്. ഇതൊക്കെയാണ് നമുക്ക് ഇവരെ ടാറ്റയെ കൊണ്ട് മഹീന്ദ്രയെ കൊണ്ട് ഉണ്ടായ ഒരുപാട് ഗുണങ്ങൾ. നമ്മൾ മാക്സിമം ഞാൻ ചെറിയ പ്രായത്തിൽ തന്നെ സ്കോർപ്പിയോ വാഹനം വാങ്ങി മഹീന്ദ്രയുടെ ഒരു വലിയ ആരാധകനായിരുന്നു. സ്കോർപ്പിയോ തന്നെ എനിക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് താണെങ്കിൽ ഇപ്പോൾ നമ്മൾ XUV ഓൺ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ മഹീന്ദ്രയുടെ ഒരു പ്രത്യേക സ്നേഹം നമുക്കുണ്ടല്ലേ. നമുക്ക് ശരിക്കും ഒരു കമാൻഡിങ് പവർ തരുന്ന സീറ്റുകളുമൊക്കെ, അല്ലെങ്കിൽ കമാൻഡിങ് പൊസിഷൻ തരുന്ന സീറ്റുകളൊക്കെ തരുന്നത് മറ്റേ മഹീന്ദ്രയായിരുന്നു ആദ്യം. ഇപ്പം ടാറ്റയും അതേ രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇതിനകത്തെ കളറുകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ടാറ്റയുടെ വാഹനങ്ങളുടെ അല്ലെങ്കിൽ മഹീന്ദ്രയുടെ വാഹനങ്ങളുടെയൊക്കെ ഒരുപാട് സ്റ്റൈലിഷ് വാഹനങ്ങൾ നമ്മുടെ മലയാളികൾക്ക് ഇപ്പോൾ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് മെച്ചമാണല്ലേ. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ടൊയോട്ട ആണെങ്കിലും മറ്റു പല വെഹിക്കിൾസ്, പല ബ്രാൻഡുകൾ ഇന്ത്യയിലുണ്ടെങ്കിൽ പോലും സേഫ്റ്റിയുടെ കാര്യത്തിൽ നമ്മുടെ ടാറ്റയും മഹീന്ദ്രയും കഴിഞ്ഞേ ഉള്ളൂ മറ്റു വാഹനങ്ങളല്ലേ. നോർമൽ ബേസുള്ള വാഹനങ്ങൾ, ഞാൻ ലക്ഷറി വാഹനങ്ങളെക്കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിപ്പോൾ കളറുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇത്തവണ വന്നതിനകത്ത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമായത് നമ്മുടെ ആ റെഡ് തന്നെയാണ് കേട്ടോ. ആ റെഡിൻ്റെ പേര് നല്ലൊരു റെഡാണ്. റെഡിന് എന്തോ ഒരു സ്പെഷ്യൽ റെഡാണത്. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറൂൺ ചേർന്ന് അല്ലെങ്കിൽ ഒരു ചെറിയ റെഡ് പോലെയുള്ള കളറാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇത്തവണ എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളർ തന്നെയാണ് ബുക്ക് ചെയ്യാൻ പോകുന്നതും കേട്ടോ. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തു. ഡീലറുടെ അടുത്ത് പേയ്മെൻറ്റ് അടച്ചെങ്കിൽ പോലും നമുക്കത് കളറൊന്നും നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇത്തവണ റെഡ് നമ്മൾ എന്തോ ഒരു റെഡിനൊരു സാധാരണ ഞാൻ റെഡ് വണ്ടികൾ അങ്ങനെ വാങ്ങാറില്ല. ഇത്തവണ എന്തോ റെഡിനോടൊരു താല്പര്യം. കാര്യം ഇപ്പം ഇത്രയും കളറുകൾ ഒന്നിച്ച് കണ്ടപ്പോൾ ബ്ലാക്ക് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ ആ പോകുന്ന ഒരു ബ്ലൂ ഷെയ്ഡില്ലേ, ബ്ലൂയിഷ് ഗ്രേ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. BMW ഏറ്റവും കൂടുതൽ ഇപ്പോൾ മൂവിങ് ഉള്ളൊരു കളറാണ്. BMW ഡിഫൻഡറിലും ഒക്കെ നന്നായിട്ട് പോകുന്നൊരു കളറാണ്. ആ കളർ ഇതിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് അത്ര ഒരു ഡിഫറൻറ്റ് കളറുണ്ട്. എന്നാൽ പോലും നമുക്ക് അത്ര ഒരു ഭംഗി എനിക്കത്
ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് റെഡാണ് ഇഷ്ടപ്പെട്ടത്. ബ്ലാക്ക് പിന്നെ ഒന്നും പറയാനില്ല, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. ഇത്തവണത്തെ ഗ്രില്ലാണെങ്കിലും ഇത്തവണത്തെ ടയർ നല്ല വലിയ ടയർ 19 ഇഞ്ചിൻ്റെ അലോയ്സാണ് ഇത്തവണ. പക്ഷേ അലോയ്സ് നമ്മുടെ ഒരു SUV-യുടെ ഗെറ്റപ്പിന് ചേർന്നതാണോ എന്ന് എനിക്ക് തോന്നിക്കുന്നത്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം ഒരു ഫാമിലി കാറിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ആ ഒരു അലോയ് വന്നതായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു പഴയ താറിൻ്റെ അലോയ്സ് തന്നെയായിരുന്നു നല്ലത്. കാരണം ഒരു SUV ഫീൽ തരുന്നുണ്ടായിരുന്നു. ഇതൊരു നോർമൽ ഒരു സെഡാനിൻ്റെ അല്ലെങ്കിൽ ഒരു നോർമൽ കാറിൻ്റെ ഫീലിലേക്ക് അലോയ് വന്നതായിട്ട് തോന്നുന്നു. പിന്നെ ഒരു ഗ്രീൻ ഉണ്ട്, ഫോറസ്റ്റ് ഗ്രീൻ ആണെന്ന് പറയുന്നത് കേട്ടോ. ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന ഒരു ഗ്രീൻ ഉണ്ട്, അതും സൂപ്പർബാണ്. പിന്നെ വൈറ്റ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു കളറായിരുന്നു. പക്ഷേ ഇതിൻ്റെ വൈറ്റ് എനിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ല. കാര്യം ആ ഒരു സൈഡിലെ സീ പില്ലറിൻ്റെ ആ ഒരു ചരിഞ്ഞ ഒരു ഷേപ്പ് കൊണ്ടായിരിക്കും വൈറ്റ് നമുക്കൊരു ഏച്ച് കെട്ടിയ ഒരു രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ ബാക്ക് നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ പഴയ താറിൻ്റെ ബാക്കുമായിട്ട് കുറച്ച് ഡിസൈനിങ്ങിൽ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ടെയിൽ ലാമ്പിലാണെങ്കിലും ഇതൊരു C ഷേപ്പുള്ള ടെയിൽ ലാമ്പാണ് കേട്ടോ. ബാക്കി ടയറിൻ്റെ ഇതൊക്കെ നമ്മൾ സെയിം തന്നെയാണ്. ഒരുപാട് ശരിക്കും എന്താ പറയണ്ടേ, ബാക്ക് സൈഡാണ് ഏറ്റവും കൂടുതൽ താറിൻ്റെ എല്ലാവർക്കും ഇഷ്ടം. എനിക്ക് പഴയ താറിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആ ടെയിൽ ലാമ്പ് തന്നെയായിരുന്നു. ആ ഒരു സ്ക്വയറിൽ വരുന്ന ടെയിൽ ലാമ്പ് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പം കളറുകളൊക്കെ ബാക്കി നമുക്കിനി അങ്ങോട്ട് കാണാം. അപ്പം എന്താ പറയണ്ടേ, ഒരു സാധാരണക്കാരൻ പറയുന്ന രീതിയിലാണ്. എനിക്ക് കൂടുതലായിട്ട് അറിയില്ല. ഞാൻ കുറേ വാഹനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്കതിൻ്റെ ടെക്നിക്കൽ സൈഡോ അല്ലെ മറ്റൊന്നും അറിയില്ല. എനിക്ക് തോന്നുന്നൊരു 40 വാഹനങ്ങളോളം ഇത്ര പ്രായത്തിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര പ്രായമല്ല, 46 ഏജ് ഉണ്ട് എനിക്ക്. ആ 46-നകത്ത് 40 വാഹനങ്ങൾ എനിക്ക് ഉപയോഗിക്കാനുള്ളൊരു അവസരം ദൈവം. ഇനി നമുക്ക് താറിൻ്റെ കുറച്ച് കളറുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ. ഈ ഒരു ബ്ലൂഷ് ഗ്രേ സൂപ്പർ കളറാണ് കേട്ടോ. അതുപോലെ ഫോറസ്റ്റ് ഗ്രീന്. പിന്നെ നമുക്ക് താറിൻ്റെ ആ ഒരു വിൻഡോയിൽ ബാക്ക് സൈഡിലെ ആ ഒരു ഇത് കണ്ടില്ല, ബാക്ക് സൈഡിലെ വിൻഡോ മാത്രമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുക. മറ്റേ ഡോറ് രണ്ടായിട്ടാണ്. നിങ്ങൾക്കറിയാം പഴയ താറിൽ അതുപോലെ സെയിം തന്നെയാണ് ഇതിൽ. ഇത്തവണയും ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്ന, വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പിന്നെ താറിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ഒരു അതായത് മരുഭൂമി കൂടെ SUV കയറി പോകുന്നതിൻ്റെ ഒരു കണ്ടോ, ഒരു SUV ഇങ്ങനെ കയറി പോകുന്നതായിട്ടൊരു അതിലൊരു പ്രിൻറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. താഴെ ഒരു ക്യാമലിൻ്റെ ഒരു ഇതും പ്രിൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിലും അതുണ്ട്. ഒരു ക്യാമലും ഒരു SUV ഇങ്ങനെ കണ്ടോ. അത് ഒരു താർ ഇങ്ങനെ ഏത് ടെറൈനിലൂടെ പോകുന്നുള്ളതിൻ്റെയാണ് മരുഭൂമിയുടെ ഒരു എംബ്ലോ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ല, ഞാനിത് മൊബൈലിൽ വെച്ച് എടുത്ത വീഡിയോ ആണല്ലോ, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുപോലെ സീറ്റൊക്കെ ആണെങ്കിലും ഭയങ്കര ലാവിഷാണ്. വൈറ്റ് വന്നത് എല്ലാവർക്കും അത്ര ഇഷ്ടമാവുമെന്ന് അറിയില്ല. കാരണം താറ് കുറച്ച് റഫ്യൂസൊക്കെ ചെയ്യാൻ വേണ്ടിയായിരിക്കും പൊതുവെ എല്ലാവരും എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നറിയില്ല. അപ്പം കളറുകളൊക്കെ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കളർ ടാങ്കോ റെഡാണ്. പിന്നെ ഹെഡ്ലൈറ്റൊക്കെ നമുക്ക് സാധാരണഗതിയിൽ താറെടുത്തിട്ട് എല്ലാവരും നമ്മൾ ഹെഡ്ലൈറ്റ് ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലൈറ്റ് വാങ്ങി വെക്കാറുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ ആവശ്യമില്ല. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പാണ്. കൂടാതെ അതിൽ DRL ഒരു C ഷേപ്പുള്ള DRL വന്നിട്ടുണ്ട്. നല്ല പ്രീമിയം ഹെഡ് ലാമ്പ് തന്നെയാണ്. നമുക്ക് അത് മാറി സാധാരണ എല്ലാവരും താറെടുത്തിട്ട് ഹെഡ് ലാമ്പും ഗ്രില്ലും ഒക്കെ മാറി. ഇത് അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. പിന്നെ താർ റോക്സ് എന്നുള്ള പേര് ഇവിടെ നല്ല വലിയ ലെറ്റർ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയണ്ടേ, മിററിലും താറെന്ന് അടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോറൊന്ന് തുറന്ന് നോക്കാം, എങ്ങനെയുണ്ടാവും നമുക്കറിയാമല്ലോ. അത് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രീമിയം ഒരു ഫാമിലി കാർ ഇൻറ്റീരിയർ ആക്കിയിട്ടുണ്ട്. വൈറ്റാണ് കൂടുതലും. അത് XUV-യുടെ സെയിം തന്നെയാണ്. അതുപോലെ നമ്മുടെ കീലെസ് എൻട്രിയുടെ ആ ഒരു ബട്ടൺ നമ്മുടെ സാധാരണ കീ ഇടുന്നിടത്ത് തന്നെ ആക്കി. അതൊരു വലിയ സൗകര്യമാണ് കേട്ടോ. നമുക്ക് തപ്പി നടക്കേണ്ട ആവശ്യം വരുന്നില്ല. സാധാരണ ചില കാറുകൾ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ കയറി വരുമ്പം എവിടെയാണെന്ന് തപ്പിയിട്ട് അറിയാം. നമ്മളെപ്പോഴും കീ ഇടുന്ന അവിടെ തന്നെ കീക്ക് പകരം കീലെസ് എൻട്രി കൊടുത്തു. പിന്നെ ഒരുപാട് സ്വിച്ചുകൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഓഫ് റോഡ് വെഹിക്കിളാണിത്. അപ്പോൾ ഓഫ് റോഡ് സൗകര്യത്തിനനുസരിച്ചുള്ള ഒരുപാട് ട്രാക്ഷൻ കൺട്രോളും മറ്റേ അങ്ങനെ ഹിൽ ഹോൾഡും അങ്ങനെ ഏറെ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഓഫ് റോഡർ വണ്ടിയാണിത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സ്വിച്ചുകളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ 4 വീൽ ഡ്രൈവിൻ്റെ അങ്ങനെയുണ്ട്. പിന്നെ ഇതിപ്പം ഒരു 2 വീൽ ഡ്രൈവാണ്. അതുകൊണ്ടാണ് ഒരു കുട്ടി ഗിയർ കാണാത്തത്. മറ്റേ നമ്മുടെ നോർമൽ ഗിയറിൽ തന്നെ തൊട്ടപ്പുറത്ത് ഒരു കുട്ടി ഗിയർ കാണാൻ പറ്റും കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ നല്ല രസമാണ്. പണ്ടുള്ള നമ്മുടെ പഴയ ജീപ്പിലൊക്കെ അതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കയറ്റമൊക്കെ കയറുമ്പോഴുള്ള ഒരു ഫീല്. ഞാനും അരുണും മീരയും കൂടെ ഞങ്ങൾ നീലക്കുറിഞ്ഞി കാണാൻ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന സമയത്ത് ശരിക്കും അവിടെ ജീപ്പ് കയറാറില്ല. അവരുടെ കരിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഓഫ് റോഡ് വെഹിക്കിൾ മാത്രമേ ഉള്ളൂ. അതിൽ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഒരു എന്താ പറയണ്ടേ, അതുപോലുള്ള റോഡിൽ കൂടെ ഒരു ഓഫ് റോഡ് വെഹിക്കിൾ ജീപ്പിൽ ഞങ്ങൾക്ക് വരാൻ പറ്റും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. അത്ര എക്സ്പെർട്ട് ഒരു ഡ്രൈവറായിരുന്നു. എന്നാൽ പോലും നമ്മൾ ശരിക്കും പേടിച്ചു കേട്ടോ. പക്ഷേ എന്നാലത് ശരിക്കും എൻജോയ് ചെയ്തു ആ ഒരു യാത്ര. പിന്നെ വേറെ എന്താ പറയാനുള്ളത്, പിന്നെ ഡോറിലാക്കിയിട്ടുണ്ട് ഈ പ്രാവശ്യം സ്വിച്ചുകൾ. മറ്റേ സാധാരണ താറിൽ നടുക്കായിരിക്കും പവർ വിൻഡോയുടെയൊക്കെ സ്വിച്ച്
സൂക്ഷിച്ചു. കാരണം ഈ ഡോർ അഴിച്ചു വെക്കാൻ വേണ്ടിയാണ് ഓഫ് റോഡ് പോകുമ്പം ഇത് പക്ഷേ ഡോറിലാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡോറൊക്കെ നല്ല സ്ട്രോങ് ആണ്. ചെന്നത് നമ്മൾക്ക് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ നിർമ്മാണ നിലവാരം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ബാക്ക് സീറ്റിലാണെങ്കിൽ നമുക്ക് 3 സീറ്റ് ആണെങ്കിൽ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടെ മലയാളികളൊക്കെ അല്ലേ ഒന്ന് കൂട്ടുകൂടിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 5 പേർക്ക് വരെ ഒരു അത്യാവശ്യ യാത്രയിലൊക്കെ നമുക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ താറിൻ്റെ പ്രത്യേകതകൾ. പിന്നെ ബാക്ക് സൈഡ് നമുക്ക് കാണുമ്പോൾ എനിക്ക് ആദ്യം കണ്ടപ്പം പഴയ ഒരു താറിൻ്റെ ബാക്ക് സൈഡ് ആ ഒരു ടോപ്പ് ലൈറ്റിൻ്റെ എലമെൻറ്റ് പഴയതാണ് ഭംഗിയെന്ന് തോന്നിയാൽ കണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുമായിരിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഏത് വാഹനം ഇറങ്ങുമ്പോഴും പുതിയൊരു മോഡൽ ഇറങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നില്ല. പുതിയ മോഡൽ ഇറക്കിയപ്പോഴും സ്വിഫ്റ്റ് ന്യൂ മോഡൽ ഇറക്കിയപ്പോഴും ഇന്നോവ പിന്നെ നമ്മുടെ ഹാനി മുസ്തഫ ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് കാണാറുണ്ട് കേട്ടോ, അടിപൊളി വീഡിയോസ്. ലൈവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും നന്ദി ആൻഡ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. കാണുന്നവരെല്ലാവരും എപ്പോഴും സപ്പോർട്ട് ചെയ്യുക, അത് കാണാത്തവർ ഇനി കാണും ചെയ്യുക. ചാനലിന്റെ പേര് ഒന്നുകൂടെ ഫ്ലൈവീൽ ബൈ ഹാനി മുസ്തഫ. ഫ്ലൈവീൽ ബൈ ഹാനി മുസ്തഫ ഞാൻ ഒരുപാട് കാണാറുള്ളതാണ് കേട്ടോ. ബൈജു ചേട്ടൻ, നമ്മുടെ ബൈചേട്ടാ എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? ലൈവാണ്. കാത്തിരുന്ന വാഹനം ഓടിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഇതുവരെ കൈ കിട്ടിയിട്ടില്ല, എല്ലാം ചുറ്റും നടന്ന് കണ്ടതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡ്രൈവ് പോവാണ്. അപ്പോൾ ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റൂ. അപ്പോൾ അതിൽ അവിടെ കാണാം. നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അറിയാവുന്ന ഓട്ടോ ജേർണലിസ്റ്റാണ് നമ്മുടെ ബൈചേട്ടൻ. അപ്പോൾ ബൈചേട്ടൻ എന്തായാലും ഉണ്ടായിരുന്നു. ബൈചേട്ടനെ നമുക്ക് കാണാൻ പറ്റി. ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് നല്ല ലെവലിലേക്ക് എത്തിയ ഒരാളാണ്. അങ്ങനെ താറിൻ്റെ ഫ്ലാഗ് ഓഫ് ആണ് ആദ്യം വരുന്ന വണ്ടി. കണ്ടോ, വൈറ്റാണ്. നമുക്ക് അങ്ങനെയാണല്ലോ, എന്തിനും വൈറ്റിലായിരിക്കുമല്ലോ നമ്മുടെ തുടക്കം. വൈറ്റ് ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും കൂടെ അതിനെ ഇങ്ങനെ എന്താ പറയണ്ടേ, ഒരുപാട് സ്നേഹത്തോടെയാണത് എല്ലാവരും കൂടെ കൈയടിച്ചൊക്കെ ഇറക്കി വിടുന്നത് കേട്ടോ. അതിനുശേഷം ബ്ലാക്ക് വണ്ടി വരുന്നുണ്ട്. ഈ വൈറ്റിന് പറയുന്നത് എവറസ്റ്റ് വൈറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. എവറസ്റ്റ് വൈറ്റ് എന്നാണ് മഹീന്ദ്ര പേരിട്ടിരിക്കുന്നത്. അതിനുശേഷം ബ്ലാക്ക് വരുന്നുണ്ട്. ബ്ലാക്കിനാണെങ്കിൽ സ്റ്റെൽത്ത് ബ്ലാക്ക് അങ്ങനെ എന്തോ ഒരു പേരാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഗ്രീനുണ്ട്, ഫോറസ്റ്റ് ഗ്രീനുണ്ട്, പിന്നെ ഇതാ നമ്മുടെ റെഡ് വരുന്നുണ്ട്. റെഡിന് ടാങ്കോ റെഡ് എന്നാണ് അവർ പേരിട്ടിരിക്കുന്നത് കേട്ടോ. ടാങ്കോ റെഡ് എന്ന് പേരിട്ടിട്ടുണ്ട് എന്നാണ് ആ കളറിനെ അവർ വിളിക്കുന്നത്. അപ്പം ഒരുപാട് വണ്ടികൾ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരു ഫാമിലി കാർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരത്തെ നമുക്ക് താർ എടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരു കാറും കൊണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കണമെന്നില്ല. പക്ഷേ ഇനി അങ്ങനെയല്ല, നമുക്ക് താർ എടുക്കാം, നമുക്ക് ധൈര്യത്തോടെ എടുക്കാം, നമുക്ക് ഏത് റോഡിലും കൊണ്ടുപോകാം. കുറച്ച് മലയിലൊക്കെ താമസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉള്ള ഏരിയ, ഇപ്പോൾ നമ്മൾ കുട്ടനാട് അല്ലെങ്കിൽ അങ്ങനെ വെള്ളപ്പൊക്കം വരാൻ ചാൻസുള്ള സ്ഥലങ്ങളൊക്കെ താമസിക്കുന്നവരും മസ്റ്റായിട്ട് താർ തന്നെ എടുക്കുക. 65 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. ഒരു അത്യാവശ്യം ഒരു വെള്ളപ്പൊക്കമൊക്കെ വന്നാലും നമുക്കത് കവർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എടുക്കുക. ഇനിയിപ്പോൾ അങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു താറ് ശരിക്കും അതിനുവേണ്ടിയാണ് മഹീന്ദ്ര നമ്മളെ സഹായിക്കുകയാണ്. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളെക്കുറിച്ചൊക്കെ ആനന്ദ് മഹീന്ദ്ര മനസ്സിലാക്കി നമ്മളെ സഹായിക്കുകയാണ്. കാര്യം ഒരു കാർ എടുക്കുന്ന വിലയ്ക്ക് തന്നെയാണ് നമുക്കൊരു താറ് കിട്ടുന്നത് അല്ലേ. ഒരു സാധാ ഒരു നോർമൽ കാറിന് പോലും ഇപ്പോൾ ഉണ്ടാവുന്ന അതേ വിലയ്ക്ക് തന്നെ എടുക്കുക. ധൈര്യത്തോടെ ഇനി നിങ്ങൾക്ക് വാങ്ങാം. യാത്രയും അത്യാവശ്യം കംഫർട്ടാണെന്ന് അറിയാൻ പറ്റിയത് നമുക്കതിനകത്ത് യാത്ര ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് കയറി ഇരിക്കാൻ പറ്റിയതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നല്ല റോഡല്ലേ, നല്ല റോഡിൽ നമ്മൾ ഏത് വെഹിക്കിളിൽ കയറി ഇരുന്നാലും നമുക്ക് നല്ല യാത്ര കംഫർട്ട് തന്നെ ആയിരിക്കും. കുറച്ചൊന്നും ആയിട്ട് അടുത്ത ദിവസത്തെ നമുക്ക് പറ്റുന്നെങ്കിൽ ഒരു വീഡിയോ കൂടെ നമുക്കിടാം, അതിനകത്ത് നമ്മൾ പറഞ്ഞുതരാം. എന്തായാലും ഫ്രണ്ട് സീറ്റ് നേരത്തെ തന്നെ താറിൻ്റെ നല്ല കംഫർട്ടായിരുന്നു. നമ്മൾ ഒരുപാട് ലോങ് യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇപ്പോഴത്തെ എൻ്റെ സസ്പെൻഷനൊക്കെ വെറൈറ്റി എന്തൊക്കെയോ കുറച്ച് വെറൈറ്റി എന്ന് പറയാൻ പറ്റത്തില്ല, ടെക്നോളജി പുതുക്കിയ ഒരു സസ്പെൻഷനാണ്. ഏറ്റവും ഡാമ്പിങ് സസ്പെൻഷനൊക്കെ ആണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും യാത്രയ്ക്ക് നല്ല കംഫർട്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങാൻ ട്രൈ ചെയ്യുക. ആഗ്രഹം മനസ്സിൽ ഒത്തിരി പേര് കമൻറ്റ് ചെയ്യുന്നതാണ് പല വീട്ടിൻ്റെ താഴെ, അയ്യോ എനിക്കൊരു വീട് പോലും ഇല്ല. ഇത് അങ്ങനെയൊന്നും അല്ല. ഈ പറഞ്ഞ ഞാനുമൊക്കെ അങ്ങനെയായിരുന്നു, ഒരു വീട് പോലും ഇല്ലായിരുന്നു. ഓടിട്ട വീട്ടിലാണ്, എൻ്റെ ചെറിയ ഓടിട്ട വീട്ടിലാണ് ഞാൻ ആദ്യമായിട്ട് സ്കോർപ്പിയോ വാങ്ങിക്കൊണ്ടിട്ടത്. അപ്പം സ്കോർപ്പിയോ വാങ്ങിക്കൊണ്ടിട്ട സമയത്ത് പലരും പറയും അയ്യോ ഈ വീടിന് ചേരുന്നതല്ല ഈ സ്കോർപ്പിയോ. കാരണം അന്നത്തെ സ്കോർപ്പിയോ എന്ന് പറയുന്നത് 2006 ആ ഒരു സമയത്തൊക്കെ രാജാവാണ് സ്കോർപ്പിയോ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബെൻസിൻ്റെയൊക്കെ വാല്യൂ ഉള്ള വണ്ടിയാണെന്ന്. അപ്പോൾ ആഗ്രഹിക്കുക, ആത്മാർത്ഥത്തോടെ പരിശ്രമിക്കുക. എന്താ പറയണ്ടേ, നമ്മൾ കുറുക്ക് വഴികളിൽ കൂടെ ഒന്നും നമുക്ക് നേടാൻ ശ്രമിക്കാതിരിക്കുക, നേരായ വഴികളിലൂടെ വരിക. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും. പറഞ്ഞില്ലേ, ഒരു സൈക്കിൾ വാങ്ങിക്കാൻ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ് ഞാൻ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മമ്മി എൻ്റെ വീട്ടിൽ നിന്ന് പ്ലാവ് വെട്ടി വിറ്റിട്ടാണ് ഒരു സൈക്കിൾ വാങ്ങി തന്നത്. നല്ല വില കിട്ടേണ്ട പ്ലാവ് വെട്ടി വിറ്റാണ് ഒരു സൈക്കിൾ വാങ്ങി തന്നത്. അപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയ നമ്മളിപ്പോൾ എത്രയോ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഒരേ സമയം 4-5 വാഹനങ്ങൾ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ലക്ഷറി വാഹനം BMW നമുക്കുണ്ട്, ഓൾറെഡി നമുക്കുണ്ട്, XUV 700 ഉണ്ട്. എന്നാലും നമ്മളൊരു താറും എടുക്കാൻ പോവാണ്. ഇതൊക്കെ നമുക്ക് ദൈവം തന്നെ, നമ്മൾ കഷ്ടപ്പെടുക. പറഞ്ഞില്ലേ, ഞാൻ ഇത് പറയാൻ
കാരണം ഒരുപാട് വീഡിയോസിൻ്റെ താഴെ കമൻറ്റ് ചെയ്യോ എനിക്കൊരു കാർ വാങ്ങിക്കാനുള്ള ശേഷിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു വീട് പോലും ഇല്ല, ഞാനിതൊക്കെ സ്വപ്നങ്ങൾ, അങ്ങനെയൊന്നുമല്ല. സ്വപ്നങ്ങൾ കാണണം, നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ തന്നെ കാണണം. വലിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കും. നമ്മൾ ശരിക്കും ആഗ്രഹിച്ചാൽ നടക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ശരിക്കും ആഗ്രഹിക്കുക, അതിനുവേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുക. നന്നായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവം നടത്തിത്തരും. എനിക്ക് ഭയങ്കര അനുഭവമാണ്. ഞാൻ എന്താഗ്രഹിച്ചാലും ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കും, നമുക്ക് ദൈവം നടത്തി തരാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല ആഗ്രഹിക്കേണ്ടത്. വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചെറിയ കാര്യങ്ങൾ നമുക്കെങ്കിലും നമുക്ക് കിട്ടും. നമ്മുടെ മനസ്സിൽ സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പം ഇതായിരുന്നു നമ്മുടെ താറിൻ്റെ ഒരു സാധാരണക്കാരൻ്റെ താർ റിവ്യൂ എന്ന് പറയുന്നതായിരുന്നു ഇത്. അപ്പം പിന്നെന്താ പറയണ്ടേ, ബാക്കി കാര്യങ്ങൾ, ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഒരുപാട് ഓട്ടോ ജേർണലിസ്റ്റുകൾ, നമുക്ക് ടോക്കിംഗ് വിത്ത് കാർസ് എന്ന് പറഞ്ഞ ഒരു വ്ളോഗറുടെ ഇതുണ്ട്. ഒരുപാട് എന്താ പറയണ്ടേ, നല്ല വീഡിയോസാണ്. പക്ക പുള്ളിക്കാരൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ, ഒരു സ്റ്റഡി ചെയ്തിട്ടായിരിക്കും പുള്ളി ഇത് ചെയ്യുന്നത്. നിങ്ങളത് മാക്സിമം കാണുക. പിന്നെ ബൈജി ചേട്ടൻ വളരെ രസകരമായ രീതിയിൽ ബൈജി ചേട്ടൻ, അതുപോലെ ഹാനി മുസ്തഫ, പുള്ളിക്കാരൻ നന്നായിട്ട് അറിയുന്ന ആൾ. ഇവരുടെയൊക്കെ വീഡിയോസ് നമ്മൾ കാണുക. കാരണം നമ്മൾ വാഹനങ്ങളെക്കുറിച്ച് പഠിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു വാഹനങ്ങൾ എടുക്കാതെ ശരിക്കും പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ അതിന് ഉപയോഗമുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റി ആണോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി. പിന്നെ സേഫ്റ്റി നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും നമ്മുടെ ജയതിച്ചേട്ടൻ്റെ കാര്യം നമുക്കറിയാം. സേഫ്റ്റി ഉള്ള വാഹനങ്ങൾ മാക്സിമം വാങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതവും ആരോഗ്യവും ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നുമില്ല. നമ്മൾ എന്തൊക്കെ ലാഭം, അല്ലെങ്കിൽ ഡീസൽ ലാഭം, പെട്രോൾ ലാഭം എന്നൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് സേഫ്റ്റി ഇല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാൻ ഞാനിപ്പം ഇലക്ട്രിക് വാഹനം ഒരു ചെറിയ കോമറ്റ് എടുത്തിട്ടുണ്ട്. ആദ്യ പടി എന്ന നിലയിൽ എറണാകുളത്ത് നമ്മുടെ ഷോപ്പ് തുടങ്ങുമ്പോൾ സിറ്റിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല പെർഫോമൻസ് ആണ്. 200 കിലോമീറ്ററാണ് MG പറയുന്നത്. ലോങ്ങിൽ നമ്മൾ ഒരു അത്യാവശ്യം നമ്മൾ കെയർ ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ 200 കിലോമീറ്റർ തന്നെ MG ഇലക്ട്രിക്കിന് കിട്ടുന്നുണ്ട് കേട്ടോ, കോമറ്റിന് കിട്ടുന്നുണ്ട്. സിറ്റിയിൽ ഉപയോഗിക്കുമ്പോൾ ഒരു 160 കിലോമീറ്റർ കിട്ടും. നല്ല ലാഭമാണ്. വളരെ ചെറിയ, ഞാനിപ്പോൾ രാവിലെ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഇപ്പോൾ അതല്ലാണ് തിരുവല്ലയിൽ. ഞാൻ വന്നിട്ട് പറയും 4 രൂപയാണ് സ്കൂളിൽ വരെ പോകാൻ വെറും 4 രൂപയായിട്ടാണ് അവരെ കൊണ്ടുവിട്ടതെന്നൊക്കെ നമ്മൾ പറയും. അതൊക്കെയാണ് ഒരുപാട് സന്തോഷം നമുക്ക് തരുന്നത് അല്ലേ. അപ്പം വീഡിയോ അവസാനിക്കാറായി. നമ്മുടെ പഴയ താറിൻ്റെ 2020 നമ്മളെടുത്ത താറിൻ്റെ കുറച്ച് പഴയ ഫോട്ടോസ് ഞാനിപ്പോൾ ഫോണിൽ നോക്കിയപ്പോൾ കണ്ടപ്പം ഞങ്ങൾ ലോങ് ട്രിപ്പ് പോയതിൻ്റെയാണ് കേട്ടോ. നെല്ലിയാമ്പതി, ബാംഗ്ലൂർ, അത് കഴിഞ്ഞിട്ട് മൈസൂരിൽ നിന്ന് ഞങ്ങൾ നേരെ മുതുമലയും ബന്ദിപ്പൂറും മസനഗുഡി, എല്ലാം പറയല്ലേ, മസനഗുഡിയൊക്കെ അന്ന് ഞങ്ങൾ പോയിരുന്നു ആ താറുമായിട്ട്. നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇത് ചുമ്മാ പഴയ ഫോട്ടോകൾ കുറച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് കളറുകൾ കണ്ടു നോക്കാം. ഇതാണ് ഫോറസ്റ്റ് ഗ്രീൻ കേട്ടോ. ഫോറസ്റ്റ് ഗ്രീൻ കളറാണ്. തൊട്ട് പുറേ ബ്ലാക്ക് വരുന്നുണ്ട്, ബ്ലാക്ക് ഉണ്ട്. അതിനുശേഷം എവറസ്റ്റ് വൈറ്റ് കളർ. ഗ്രീൻ കണ്ടോ, ഗ്രീൻ നല്ല ഭംഗിയാണ്. റെഡ് ടാങ്കോ റെഡ് ആണെന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഒരു ചെറിയ റെഡ് ടൈപ്പ് കളറാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുള്ള കളറാണ്. അടുത്ത് നമുക്കൊരു ഗ്രേ കളറുണ്ട്. ആ ഗ്രേക്ക് അവർ പറയുന്നത് എന്താ അറിയോ, ബാറ്റിൽ ഷിപ്പ് ഗ്രേ എന്നാണ്. നമ്മുടെ BMW-ലും ഡിഫൻഡറിലൊക്കെ വരുന്നൊരു കളറാണ്. നല്ല ഭംഗിയുള്ള കളറാണ്. ബാറ്റിൽ ഷിപ്പ് ഗ്രേ എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് ബാറ്റിൽ ഷിപ്പ് ഗ്രേ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ബ്ലാക്ക് പോകുന്നു. അതിന് ശേഷം വീണ്ടും ബ്ലാക്ക് വരുന്നുണ്ട്. ഇനി ഒരു കോഫി ബ്രൗൺ, ഒരു ചോക്ലേറ്റ് കളർ വരുന്നുണ്ട് കേട്ടോ. ഇത് ഗ്രീനാണ് പോകുന്നത്. ഒരു ചോക്ലേറ്റ് കളർ നമ്മൾ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ചോക്ലേറ്റും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറാണ് ചോക്ലേറ്റ്. അപ്പം ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് കളർ. അവന് ബേൺ സിയന്ന ആണെന്ന് അവർ പറയുന്നത് കേട്ടോ. ബേൺ സിയന്ന നമ്മുടെ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു കോഫി ബ്രൗണിൻ്റെ ഷെയ്ഡൊക്കെയാണ്. ബ്ലൂവിന് പറയുന്നത് നെബുല ബ്ലൂ എന്നാണ്. അതൊരു ബ്ലാക്ക് പോലെ തന്നെ തോന്നിക്കുന്നത് നെബുല ബ്ലൂ ആണ്. എവറസ്റ്റ് വൈറ്റ് പോകുന്നു, റെഡ് പോകുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി എന്താ പറയേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഞാൻ വണ്ടിയെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാം. മെയിൻ്റെനൻസ് ആണെങ്കിലും നമ്മുടെ വലിയൊരു ടെൻഷനൊന്നും നമുക്ക് വേണ്ടി വരുന്നില്ല കേട്ടോ. നെടുമ്പാശ്ശേരിലാണിത് ലാസ്റ്റ് ഇവർ എന്താ പറയേണ്ടത്, നെടുമ്പാശ്ശേരിലായിരുന്നു ഇവർക്ക് ഉച്ചയ്ക്ക് ഫുഡൊക്കെ. നെടുമ്പാശ്ശേരി ഇന്ത്യയിലെ ഒട്ടുമിക്ക ഓട്ടോ ജേർണലിസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫേമസ് ആയിട്ടുള്ള ഒട്ടുമിക്ക ജേർണലിസ്റ്റുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം നെടുമ്പാശ്ശേരി നമ്മുടെ ഗോൾഫ് ക്ലബ്ബില്ലേ, നമ്മുടെ സിയാലിൻ്റെ ഗോൾഫ് ക്ലബ്ബിലായിരുന്നു. അവിടെ ആയിരുന്നു ഫുഡൊക്കെ. അതിനുശേഷം അവിടെ ചെറിയൊരു ഓഫ് റോഡ് ടെസ്റ്റ് പോലെ കുറച്ച് നടത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് പക്ഷേ എനിക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് വേറെ കുറച്ച് അത്യാവശ്യമുള്ളതുകൊണ്ട് നിൽക്കാൻ പറ്റിയില്ല. കണ്ടോ, ടാങ്കർ റെഡ് അല്ലേ, സൂപ്പർ അല്ലേ, ഭയങ്കര രസമല്ലേ. നമ്മൾ എന്തായാലും ടാങ്കർ റെഡ് എടുത്താൽ മതി. നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്താ പറയാനുള്ളത്, ഇത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പം മഹീന്ദ്ര നമുക്ക് വേണ്ടി നല്ലൊരു വാഹനം, അതായത് വളരെ ന്യായമായ വിലയിൽ ഒരുപാട് ഫീച്ചേഴ്സുള്ള, നമ്മൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഈ ഫീച്ചേഴ്സ്. ഇൻ്റലിറ്റ് ടേൺ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് കേട്ടോ. അതായത് 4-wheel ഡ്രൈവിന് വളരെ ചെറിയ ഏരിയയിൽ വെച്ച് നമുക്ക് വണ്ടി തിരിച്ചെടുക്കാം. അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലി വണ്ടികളിൽ മാത്രമുള്ളൊരു ഫീച്ചറാണ്. അത് നമ്മുടെ പുതിയ മഹീന്ദ്ര താർ റോക്സിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോസാണ് വരുന്നത്. എന്നാൽ ഇതുപോലുള്ള വീഡിയോ ഒരു ആഗ്രഹം
ആഗ്രഹത്തെ പ്രതി നിങ്ങൾക്കറിയാം, എനിക്ക് വാഹനങ്ങളോടുള്ള ആഗ്രഹം നിങ്ങൾക്കറിയാം. അപ്പോൾ വാഹനങ്ങളോടുള്ള ആഗ്രഹത്തെ പ്രതി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോകളിടും. അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയാറുള്ളൂ. ടെക്നിക്കലായിട്ട് എനിക്കങ്ങനെ കുറച്ചൊക്കെ അറിയാമെങ്കിൽ പോലും നമ്മളത് പരിപൂർണതയിലില്ലാതെ ഒരു കാര്യം പറയുന്നതിൽ കാര്യമില്ല കേട്ടോ. ഇതിലൊരു എന്താ പറയണ്ടേ, ഇപ്പോൾ നമുക്കൊരു വണ്ടിയിലെ റൂഫിൽ നമുക്കൊരു ലഗേജ് വെച്ചത് ഇത് കണ്ടല്ലോ, റൂഫിലൊരു ലഗേജ് കാരിയർ പോലെ വെച്ചിട്ടുണ്ട്. അത് മഹീന്ദ്രയുടെ തന്നെ വണ്ടിയാണ്, മഹീന്ദ്ര തന്നെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതാണ്. പിന്നെ ഇനി ഇതാ ഒരു വണ്ടി കാണാം, റൂഫിൽ ലഗേജിൻ്റെ മറ്റേ ബോക്സ് ഇല്ലേ, നമ്മുടെ ഒരു ബോക്സ്, അത് പക്ഷേ നല്ല ഭംഗിയായിട്ട് അത് വെച്ചിട്ടുണ്ട്. അതായത് കണ്ടോ, ലഗേജ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ബൈ, താങ്ക്സ്, ഷെയർ ചെയ്യണേ. താങ്ക്സ് യു. സിനു സാമുവൽ, കരിഷ്മ സിൽക്സ് തിരുവല്ല, അല്ലെങ്കിൽ ക്യാമ്പസ് വെഡിങ് കളക്ഷൻസ് അടൂർ. താങ്ക് യു, ബൈ.